ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം, സുപ്രഭാതം, വണക്കം, വന്ദനം. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗ്ലോബൽ റേഡിയോ 91.FM വോയിസ് ഓഫ് ആലപ്പിയിലേക്ക് സ്വാഗതം. വോയിസ് ഓഫ് ആലപ്പിയിൽ വിശേഷങ്ങളുമായിട്ട് ഇന്ന് ഞാൻ എത്തിയിരിക്കുകയാണ്. കുറേ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, കുറേ കാര്യങ്ങൾ നമുക്ക് നിങ്ങളോട് പറയാനുണ്ട്. എന്നും ഇടയ്ക്ക് എന്നോടൊപ്പം ഗസ്റ്റുകളൊക്കെ നമ്മുടെ ഈ ഒരു ഷോയിൽ ഉണ്ടാവും. അതിൻ്റെ ഒരു സുഖമാണ്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ള ഗസ്റ്റ് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം എൻ്റെ ഒരു സുഹൃത്താണ്, വളരെ കാലം കൊണ്ടുള്ള ഒരു സുഹൃത്താണ്. പക്ഷേ അദ്ദേഹം ആരാണ്, എന്താണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രൊഫഷൻ എന്താണ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കുറേ കാര്യങ്ങൾ നമ്മളോട് പറയാനുണ്ട്, കുറേ കാര്യങ്ങൾ നമ്മളോട് ഷെയർ ചെയ്യാനുണ്ട്. നമുക്കെല്ലാവർക്കും സംഗീതം വളരെ ഇഷ്ടമാണല്ലേ. ഇപ്പൊ ഇന്ന് ഈ സംഗീതം എന്ന് പറയുന്നത് അതൊരു വലിയ അനന്തമായിട്ടുള്ള സാഹചര്യങ്ങളും സാധ്യതകളും ഒക്കെ ഉള്ളതാണ്. ഒരുപാട് സാധ്യതകൾ അതിന്റെ മുമ്പിൽ തെളിഞ്ഞ് നിൽപ്പുണ്ട്. ഇപ്പോൾ മ്യൂസിക് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് തന്നെ ഒരു പുതിയ തലത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. എല്ലാ സാധാരണക്കാർക്കും ഒരു മ്യൂസിക് പ്രൊഡക്ഷൻ ചെയ്യാൻ പറ്റുന്ന, പാട്ടുകൾ ഉണ്ടാക്കാൻ പറ്റുന്ന, പാട്ടുകൾ പാടാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് ടെക്നോളജി അത്രത്തോളം ഡെവലപ്ഡ് ആയിട്ടുണ്ട്. എന്നാൽ ഈ സംഗീതമൊക്കെ എങ്ങനെയാണ്, ഈ മ്യൂസിക് പ്രൊഡക്ഷൻ എങ്ങനെ നമുക്ക് ഗുണമുള്ളതാക്കി മാറ്റാം, എങ്ങനെ നമുക്ക് വരുമാനമുള്ളതാക്കി മാറ്റാം, അതിനെയൊക്കെ പറ്റി സംസാരിക്കാനായിട്ട് ഇതൊരു പുതിയ, എനിക്ക് തോന്നുന്നു ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും, ഇത് ഞാൻ ഉൾപ്പെടെ ഒരു പുതിയ അനുഭവം തന്നെയാണ്. ഈ മ്യൂസിക് പ്രൊഡക്ഷനും അതിൻ്റെ മാർക്കറ്റിംഗ്, അതിൻ്റെ എന്താ പറയുക, ഈ സ്പ്രെഡിങ്ങും അതൊക്കെ നമുക്ക് അറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ നമുക്ക് സ്വാഗതം ചെയ്യാം അരുൺ യുഗ, കേരളത്തിലെ ആദ്യത്തെ മ്യൂസിക് ബിസിനസ് കോച്ചും യുഗ ഡിജിറ്റൽ എന്ന സ്ഥാപനത്തിന്റെ ഫൗണ്ടറുമായിട്ടുള്ള അരുണിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. അതിലുപരി എൻ്റെ സുഹൃത്തായിട്ടുള്ള ഒരു ഫോർമർ ആർജെ ആണ് അദ്ദേഹം. പണ്ടൊരു റേഡിയോ സ്റ്റേഷനിൽ ആർജെ ആയിട്ട് വർക്ക് ചെയ്ത അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം അരുൺ. നമസ്കാരം ബ്രോ. നമസ്കാരം, ഒരുപാട് സന്തോഷം. ഞാൻ പറയായിരുന്നു, പണ്ടൊരു ആർജെ ആയിരുന്നു, റേഡിയോ ജോക്കി ആയിട്ട് പല സ്റ്റേഷനിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആദ്യം അത് തന്നെ ചോദിച്ചു തുടങ്ങാം, റേഡിയോ ശരിക്കും മിസ് ചെയ്യുന്നുണ്ടോ ഇപ്പോൾ? ഉണ്ട്. ആക്ച്വലി ഞാനൊരു എന്റർടൈൻമെന്റ് മീഡിയ രംഗത്തേക്ക് കടന്നു വരുന്നത് ഒരു ഓൺലൈൻ റേഡിയോയിൽ ആർജെ കം പ്രൊഡ്യൂസറായിട്ടാണ്. ഞാൻ പഠിച്ചത് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു വഴി തെറ്റിയ ഒരു പഠനമായിരുന്നു. ആക്ച്വലി ഞാൻ പഠിച്ചത് ഒരു എഞ്ചിനീയറിംഗ് ഡിപ്ലോമയായിരുന്നു. പക്ഷേ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ ഈ മ്യൂസിക്കും എൻ്റർടൈൻമെൻറ്റും റേഡിയോയും അതിൻ്റെ ടെക്നിക്കൽ സൈഡും ക്രിയേറ്റീവ് സൈഡൊക്കെ വളരെ ഇഷ്ടമായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഒരു ഓൺലൈൻ റേഡിയോയിൽ ആർജെ ആയിട്ട് വരുന്നത്. അവിടെ നിന്നാണ് തുടക്കം. ഒരു ക്രിയേറ്റീവ് മേഖലയിലേക്കുള്ള ആദ്യ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റേഡിയോ ജോക്കി ആയിട്ടായിരുന്നു. പിന്നെ നമ്മൾ ഈ പറഞ്ഞതുപോലെ അതിൻ്റെ മ്യൂസിക്കും അതിൻ്റെ മാർക്കറ്റിംഗ് സൈഡും അതിൻ്റെ ഒരു ബിസിനസ് സൈഡിലേക്കും കൂടി എത്തിയപ്പോൾ ഇപ്പോൾ ഞാൻ നിലനിൽക്കുന്നത് കേരളത്തിലെ ആദ്യത്തെ ഒരു മ്യൂസിക് ബിസിനസ് കോച്ചായിട്ടാണ്. അത് പല ആളുകൾക്കും എന്താണ് ഈ മ്യൂസിക് ബിസിനസ് കോച്ച് എന്നുള്ളത് പരിചിതമല്ല, എന്താണ് കാര്യങ്ങൾ ചെയ്യുന്നതെന്നും അവർക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ ഞാനൊന്ന് പരിചയപ്പെടുത്താം. നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് സംഗീതം, ഇൻഡിപെൻഡൻറ്റ് സംഗീതം ഒരുപാട് വളർച്ചയിലേക്ക് വന്നു. അപ്പോൾ ഈ പാട്ടുകൾ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ സംഗീതം സൃഷ്ടിക്കുന്ന ആളുകളെ സപ്പോർട്ട് ചെയ്യുക, അവരുടെ പാട്ടുകൾ ഏതെങ്കിലുമൊക്കെ തരത്തിൽ നമുക്ക് മോണിറ്റൈസ് ചെയ്യാൻ പറ്റും, ഒരു മ്യൂസീഷ്യൻ എന്തൊക്കെ റൈറ്റ്സുകളുണ്ട്, അത്തരം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഇന്ന് ഈ വിഷയങ്ങൾ അറിയാത്ത ആളുകളെ അത് പറഞ്ഞ് മനസ്സിലാക്കി അവരെ ഒന്ന് എംപവർ ചെയ്യുക, അവർക്ക് വേണ്ടിയുള്ള ഒരു സഹായം ചെയ്യുക, അവർക്ക് വേണ്ടിയുള്ള സർവീസുകൾ കൊടുക്കുക. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതാണ് ഒരു ബേസിക്കലി ഒരു മ്യൂസിക് ബിസിനസ് കോച്ചിൻ്റെ ധർമ്മം എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മ്യൂസിക് ബിസിനസ് എന്ന് പറയുന്നത് ഇന്ന് ഒരുപാട് മേഖലകളിൽ വളരെയധികം, ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ സ്വന്തമായിട്ട് പ്രൊഡക്ഷൻ ചെയ്തിട്ട് മ്യൂസിക് യൂട്യൂബിലൊക്കെ നോൺ കോപ്പിറൈറ്റഡ് എന്നും പറഞ്ഞ് ആളുകൾ അത് സെയിൽ ചെയ്യാറുണ്ട്. അത് ഇൻ കേസ് അത് അവരുടേതായിട്ടുള്ളൊരു യൂട്യൂബ് മോണിറ്റൈസേഷൻ പോളിസി പ്രകാരം അവരത് സെയിൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പലതരം വെബ്സൈറ്റ്സുകൾ ഈ പറയുന്ന പോലെയുള്ള മ്യൂസിക് പ്രൊഡക്ഷൻസ് ഉണ്ടാക്കിയിട്ട് വെബ്സൈറ്റുകളിൽ നമുക്ക് പേയ്മെന്റ് ചെയ്താൽ ആ മ്യൂസിക് വാങ്ങിച്ച് നമുക്ക് ഈ പറയുന്ന പോലെ അഡ്വർടൈസിംഗ് പ്രൊഡക്ഷൻസ്, ഷോർട്ട് ഫിലിമിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ശരിക്കും ഇൻഡിപെൻഡന്റ് മ്യൂസിക്കിന്റെ വളർച്ച എത്രമാത്രം, അല്ലെങ്കിൽ അതിന്റെ സാധ്യതകൾ എത്രമാത്രമാണ് ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തുള്ളത്? ബ്രോ, ഒരു കുറേ വർഷങ്ങൾക്ക് മുമ്പ് നമുക്കൊരു പാട്ട് ചെയ്തെങ്കിൽ അതൊന്ന് ആളുകളുടെ മുന്നിലേക്ക് എത്തണമെങ്കിൽ ഏതെങ്കിലും ഒരു ലേബലിൻ്റെ സപ്പോർട്ട് വേണം. ആ ലേബലിനെ സമീപിച്ച് അവരുടെ പാട്ടുകൾ, നമ്മുടെ പാട്ടുകൾ അവർക്ക് കൊടുത്ത് അവരത് വെരിഫൈ ചെയ്ത് ഓക്കെ ആണെങ്കിൽ മാത്രമേ ലേബലുകൾ അത് മറ്റുള്ളവരുടെ മുന്നിലേക്ക് എത്തിക്കുള്ളൂ. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു ലേബലുകളും ഇല്ലെങ്കിലും ഒരു ഇൻഡിപെൻഡൻറ്റ് സംഗീതജ്ഞന് അദ്ദേഹത്തിൻ്റെ കഴിവുകൾ ഇന്ന് പ്രദർശിപ്പിക്കാനും സാധാരണ ഒരു ലേബല് വർക്ക് ചെയ്യുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങൾ ചെയ്യാനുള്ള ഡിജിറ്റൽ സപ്പോർട്ടും സർവീസും ഇന്ന് അവൈലബിൾ ആണ്. പ്രത്യേകിച്ച് മലയാളത്തിലൊക്കെ ഇപ്പം റാപ്പ് സംഗീതത്തിൻ്റെയൊക്കെ ഒരു വലിയൊരു കാലഘട്ടമാണ് ആക്ച്വലി. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഇൻഡിപെൻഡൻറ്റ് മ്യൂസിഷ്യന്മാർ വരുന്നുണ്ട്. അവർക്ക് ആരെയും ആശ്രയിക്കാതെ സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാനും അതിൽ നിന്ന് മാന്യമായിട്ടുള്ളൊരു വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. എന്നാൽ ചില
ആളുകൾക്ക് ഇത് എങ്ങനെ ചെയ്യണം, എവിടെ തുടങ്ങണം, അങ്ങനെ സ്റ്റക്കായി നിൽക്കുന്ന ആളുകളെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാട് വെച്ചിട്ട് ഇൻഡിപെൻഡൻസ് സംഗീതത്തിൻ്റെ, ഇൻഡിപെൻഡൻറ്റ് മ്യൂസീഷ്യന്മാരുടെ ഒരു സുവർണ്ണ കാലഘട്ടത്തിലൂടെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പണ്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പ് പല കലാകാരന്മാരെയും മറ്റു പല ആളുകൾ ചൂഷണം ചെയ്യുകയും അവരുടെ റൈറ്റ്സുകളൊക്കെ അവരുടെ പെർമിഷൻ ഇല്ലാതെ മേടിക്കുകയും അവർക്ക് കിട്ടേണ്ട റോയൽറ്റികൾ കിട്ടാതെയും ആളുകളെ പറ്റിക്കുന്ന ഒരു സംവിധാനമുണ്ട്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇതിനെക്കുറിച്ചുള്ള ധാരണകളില്ല എന്നുള്ളതാണ്. അവിടെയാണ് നമ്മുടെ പ്രസക്തി. നമുക്ക് ലഭിക്കേണ്ട വരുമാനം കൃത്യമായിട്ട് കിട്ടുകയും നമുക്കുള്ള റൈറ്റ്സുകൾ നമ്മളിൽ തന്നെ കീപ്പ് ചെയ്യുകയും ചെയ്യുക, അതിനവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രത്യേകത. അപ്പോൾ ബ്രോ ചോദിച്ച പോലെ ഇൻഡിപെൻഡൻറ്റ് സംഗീതത്തിന് ഇപ്പോൾ നല്ലൊരു കാലഘട്ടം തന്നെയാണ്. തീർച്ചയായിട്ടും ബിബി പറഞ്ഞതുപോലെ ഇപ്പം ഒരുപാട് റാപ്പ് മ്യൂസിക് അല്ലെങ്കിൽ റാപ്പ് മ്യൂസീഷ്യന്മാർ കടന്നു വരുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ സംഗീതത്തിൻ്റെ മാറുന്ന അഭിരുചികൾ അത് എത്രമാത്രമാണ് ഈ മ്യൂസിക് സെയിലിനെ, അതായത് മ്യൂസിക് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും അത് വിപണനത്തിനും അത് എത്രമാത്രം ഈ സംഗീതത്തിൻ്റെ മാറ്റത്തെ സ്വാധീനിക്കുന്നു, അല്ലെങ്കിൽ ഒരു ട്രഡീഷൻ രീതിയിലുള്ള സംഗീതത്തിൻ്റെ ഡിമാൻഡ് കുറവിനെ എങ്ങനെ നമുക്ക് സെയിലാക്കി മാറ്റാൻ പറ്റും? ബ്രോ ആക്ച്വലി ഇപ്പം റേഡിയോ ആയിക്കോട്ടെ, ടെലിവിഷൻ ആയിക്കോട്ടെ, സംഗീതം ആയിക്കോട്ടെ, ഇതിൻ്റെ എല്ലാം വരുമാന സ്രോതസ് ആശ്രയിച്ചിരിക്കുന്നത് ആ പാട്ടിൻ്റെ അല്ലെങ്കിൽ റേഡിയോയുടെയോ ടിവിയുടെയോ ഒക്കെ കാഴ്ചക്കാരെയും അല്ലെങ്കിൽ കേൾവിക്കാരെയും ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് കേൾവിക്കാർക്ക് അനുയോജ്യമായിട്ടുള്ള സംഗീതങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ആക്ച്വലി. പണ്ട് കാലത്തെ ഒരു സംഗീത അഭിരുചി അല്ല ഇപ്പോഴത്തെ കാലഘട്ടത്തിലുള്ളത്. അപ്പോൾ നമ്മൾ വളരെ ഭയങ്കര പാഷനോടുകൂടിയും സംഗീതത്തെ വരുമാനമൊന്നും ആക്കുന്നില്ല, എൻ്റെ ഇഷ്ടം ആണ്, അത് എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് കൂടുതൽ വരുമാനമൊന്നും പ്രതീക്ഷിക്കണം നിർബന്ധമില്ല, നമ്മുടെ ഒരു ആഗ്രഹം കൊണ്ട് ചെയ്യാന്നുള്ളൂ. പക്ഷേ നമുക്ക് അതിനകത്തൊരു ബിസിനസ്സും കൂടി ഇൻവോൾവ് ആകുന്ന കാര്യമാണ്. കാരണം ഒരു ട്രാക്ക് ഉണ്ടാക്കണമെങ്കിൽ അതിനകത്തൊരു പണം മുടക്കുന്ന ഒരു കാര്യമുണ്ട്. അപ്പോൾ പണം തിരിച്ചു പിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം, ഇന്നത്തെ നമ്മുടെ ഓഡിയൻസ് ആരാണെന്നും ആ ഓഡിയൻസിൻ്റെ ടേസ്റ്റുകൾ എന്താണെന്നും അവരെത്തരം സംഗീതങ്ങളാണ് കൂടുതൽ കേൾക്കുന്നതെന്നുള്ളത് ഒരു റിസർച്ച് നടത്തുക. ആ റിസർച്ച് നടത്തിയിട്ട് നമുക്ക് ടാർഗറ്റ് ഓഡിയൻസിൽ അല്ലെങ്കിൽ നമ്മുടെ ഓരോരുത്തർക്കും ഓരോ ശൈലികളുണ്ടാവും. ആ ശൈലികൾക്ക് അനുയോജ്യമായിട്ടുള്ള പാട്ടുകൾ നിർമ്മിക്കുക, ആ പാട്ടുകൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുക. അല്ലാതെ ഒരു പാട്ട് നമ്മൾ ചെയ്ത് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇട്ട് കഴിഞ്ഞാൽ അത് വേറെ ആരും കേൾക്കാൻ പോകുന്നില്ല. പാട്ടുകൾ തിരയപ്പെടുന്ന അല്ലെങ്കിൽ പാട്ടുകൾ കേൾക്കുന്ന ഇടങ്ങളിലെല്ലാം നമ്മുടെ പാട്ടുകൾ കൊണ്ട് എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പല ആളുകളും നമ്മോട് ചോദിക്കാറുണ്ട് എങ്ങനെയാണ് നമ്മുടെ പാട്ട് വൈറലാക്കുന്നത്. അങ്ങനെ വൈറലാക്കുക എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് ഇല്ല, ആക്ച്വലി വൈറലാകുന്നതാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏറ്റവും ഗുണനിലവാരമുള്ള ടെക്നിക്കലായിട്ടും ക്രിയേറ്റീവായിട്ടും നല്ല കണ്ടൻറ്റുകൾ ചെയ്യുക, അത് കൃത്യമായ ഓഡിയൻസിലേക്ക് എത്തിക്കുക എന്നുള്ള മാത്രമേ ചെയ്യാനുള്ളൂ. അതിനുശേഷം നമുക്ക് ആ പാട്ടിൽ അല്ലെങ്കിൽ ആ സംഗീതത്തിൽ ഒരു കൺട്രോളും ഇല്ല. പിന്നെ ജനങ്ങൾ ഏറ്റെടുക്കുന്നത് ആ കണ്ടൻറ്റിൻ്റെ ക്വാളിറ്റിയാണ്. അപ്പോൾ നമ്മുടെ ടേസ്റ്റ് കണ്ടെത്തുക, പ്രേക്ഷകരുടെ ടേസ്റ്റിനനുസരിച്ചുള്ള പാട്ടുകൾ ചെയ്യുക. ഇതൊരു ബിസിനസ് ആയതുകൊണ്ട് നമ്മൾ ഇച്ചിരി കൂടി എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനകത്തൊരു വരുമാനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഒരുപാട് പേർക്ക് വരുമാനം കിട്ടിത്തുടങ്ങിയിട്ടുണ്ട്. ബിഗിനർ എന്ന നിലയിൽ ഇപ്പോൾ ഒരു മ്യൂസിക് പ്രൊഡക്ഷൻ ആരംഭിക്കുന്ന ഒരു ബിഗിനർ എന്ന ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഒരു മ്യൂസിക് പ്രൊഡക്ഷൻ ചെയ്തു, ഞാൻ സ്വന്തമായി കമ്പോസ് ചെയ്തൊരു ഗാനം, അതെനിക്ക് എങ്ങനെ മാർക്കറ്റ് ചെയ്യാൻ പറ്റും? അതെങ്ങനെ, എനിക്ക് എന്തിലൂടെയൊക്കെയാണ് അതിലൂടെ വരുമാനം, എങ്ങനെ ഏത് സ്രോതസ്സിലൂടെയൊക്കെയാണ് കിട്ടുന്നത്? ഇത് റൈറ്റ് ക്വസ്റ്റ്യൻ ആണ്. കാരണം ഒരുപാട് പേർക്ക് അറിയാത്തൊരു കാര്യമാണ്, അല്ലെങ്കിൽ ഒരുപാട് പേര് ഇതിനെക്കുറിച്ച് തിരക്കാറില്ല. ഇപ്പം നമുക്ക് ട്രഡീഷണൽ ആയിട്ട് ആളുകളുടെ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാട്ട് ചെയ്തു, അതിന് വേണമെങ്കിൽ വിഷ്വൽ ചെയ്യാം, വിഷ്വൽ ചെയ്യാതെ ആണെങ്കിലും യൂട്യൂബിൽ കൊണ്ടിടുക. യൂട്യൂബിൽ മോണിറ്റൈസ്ഡ് ആയെങ്കിൽ അല്ലെങ്കിൽ യൂട്യൂബിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ മീറ്റ് ചെയ്തെങ്കിൽ യൂട്യൂബ് ഒരു പെർ പ്ലേക്ക് അല്ലെങ്കിൽ പെർ വ്യൂവിന് കിട്ടുന്ന ഒരു എമൗണ്ടാണ് കിട്ടുന്നത്. പക്ഷെ ഒരു ഇൻഡിപെൻഡൻറ്റ് ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ഒരു മ്യൂസീഷ്യനെ സംബന്ധിച്ച് നമുക്ക് റൈറ്റുള്ള പൂർണ്ണമായിട്ട് അവകാശമുള്ള ഒരു പാട്ടിൽ നിന്ന് വിവിധ തരത്തിൽ നമുക്ക് വരുമാനം സ്വന്തമാക്കാം. അതിൽ യൂട്യൂബ്, ഫേസ്ബുക്ക് പോലുള്ള സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളിൽ, വീഡിയോ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളിൽ നമുക്ക് പാട്ടുകൾ അപ്ലോഡ് ചെയ്തുകൊണ്ട് വരുമാനം നേടാം. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്ന മറ്റൊരു മാർഗ്ഗമാണ് മ്യൂസിക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഈ സ്പോട്ടിഫൈയിലൊക്കെ പാട്ട് കേൾക്കുന്നില്ലേ, അപ്പം അതുപോലുള്ള 100 കണക്കിന് പ്ലാറ്റ്ഫോമുകളിൽ നമ്മുടെ പാട്ടുകൾ എത്തിച്ച് ആ പാട്ടുകൾക്ക് നല്ലൊരു പ്ലേ കിട്ടിക്കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് സ്പോട്ടിഫൈ പോലുള്ള, സ്പോട്ടിഫൈ മാത്രമല്ല ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്, അതിലൂടെയൊക്കെ നമുക്ക് വരുമാനം കിട്ടും. അതിന് പൊതുവെ മ്യൂസിക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയും. അതുപോലെ തന്നെ ഒരു ലിറിസിസ്റ്റിനായാലും കമ്പോസർക്കായാലും റെക്കോർഡ് ലേബലുകൾക്കായാലും അവരുടെ പാട്ടുകൾ മറ്റ് കൊമേഴ്ഷ്യൽ സ്പേസുകളിൽ, ഉദാഹരണം പറയുകയാണെങ്കിൽ മാളുകൾ, റെസ്റ്റോറൻറ്റുകൾ, ഈവൻറ്റ് ഷോകൾ, ഇവിടെയൊക്കെ നമ്മുടെ പാട്ടുകൾ പ്ലേ ചെയ്യുമ്പോൾ അതിൽ നിന്ന് വരുമാനം കിട്ടാൻ നമുക്ക് അവകാശമുണ്ട്. ഇത് പല ആളുകൾക്കും അറിയില്ല. അപ്പോൾ അതിലൂടെയും നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റും. ഇനി മറ്റൊരു മാർഗ്ഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു പാട്ട് ചെയ്ത് ഹിറ്റായി, ആ ഹിറ്റായ പാട്ട് ഇപ്പം ഒരു ടെലിവിഷൻ പ്രോഗ്രാമിലോ
ഒരു മൂവിയിലോ ഒരു വീഡിയോ ഗെയിമിലോ ഒരു ഷോയിലൊക്കെ പ്ലേസ് ചെയ്യണമെങ്കിൽ, അതായത് സിംഗിൾ ലൈസൻസ് എന്ന് പറയും, അങ്ങനെ നമ്മുടെ ഒരു പാട്ട് ഒരു സിനിമയിലൊക്കെ പ്ലേസ് ചെയ്യണമെങ്കിൽ ആ സിനിമയുടെ അണിയറ പ്രവർത്തകർ നമ്മളിൽ നിന്ന് പണം നൽകി മാത്രമേ അവർക്കത് ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ അത്തരത്തിൽ വിവിധങ്ങളായിട്ടുള്ള വരുമാന സ്രോതസ്സുകളുണ്ട്. ഇതിനെല്ലാം കൺട്രോൾ ചെയ്യുന്നതും അല്ലെങ്കിൽ ഇതിനെല്ലാം ആശ്രയിക്കുന്നത് നമ്മുടെ കണ്ടൻറ്റിൻ്റെ ക്വാളിറ്റിയാണ്. ആ കണ്ടൻറ്റ് കയറി കൊളുത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നോട്ട് നോക്കേണ്ട ആവശ്യമില്ല, നമുക്ക് അതിലൂടെ പണം വരാനുള്ള സാധ്യതയുണ്ട്. ഇന്ന് ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഈ പറഞ്ഞതുപോലെ ഒരുപാട് വരുമാനം കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയാം, നമുക്ക് സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകൾ, വീഡിയോ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമിലും മ്യൂസിക് ഡിസ്ട്രിബ്യൂഷനും മ്യൂസിക് പബ്ലിഷിങ്ങും ലൈസൻസിങ്ങും സിംഗിൾ ലൈസൻസിങ് ഇങ്ങനെയുള്ള മാർഗ്ഗങ്ങളിലൂടെയൊക്കെ നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റും. അപ്പം ഒരു മാർഗ്ഗം മാത്രമല്ല, യൂട്യൂബ് മാത്രമല്ല, യൂട്യൂബിനും അപ്പുറം ഇൻഡിപെൻഡൻറ്റ് മ്യൂസീഷ്യന്മാർക്ക് വളരാനുള്ള സാധ്യതകളുണ്ട്, അതിനുള്ള അവസരങ്ങളുണ്ടെന്നുള്ളതാണ് സത്യം. തീർച്ചയായിട്ടും ഈ കാലഘട്ടത്തിൻ്റെ മാറ്റങ്ങൾ, അതായത് പണ്ട് കാലത്ത് ഇപ്പോൾ ഒരു മ്യൂസിക് ആൽബമോ അല്ലെങ്കിൽ കാസറ്റ്സോ ഒക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ കാസറ്റ്സുകളാണ് വിപണിയിൽ വരുന്നത്. അതൊരുപക്ഷെ വിപണിയിൽ എത്തിക്കുക ഈ പറയുന്ന പോലെ പ്രധാനപ്പെട്ട കമ്പനികളാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ പണ്ട് സർഗം കാസറ്റ്സ്, അതുപോലെ തന്നെ ടി സീരീസ്, സരിഗമ, സത്യം, ഈസ്റ്റ് കോസ്റ്റ്, അങ്ങനെ ഒരുപാട് റെക്കോർഡ് ലേബൽ കമ്പനികളാണ് അത്തരം പാട്ടുകൾ ഇറക്കിയിരുന്നത്. അപ്പോൾ അത് ഈ ഡിജിറ്റൽ യുഗത്തിലേക്ക് വരുമ്പോൾ അതിനുണ്ടായൊരു മാറ്റം അത് എത്രത്തോളമാണ്? അതൊരു ഫിസിക്കൽ കണ്ടന്റിൽ നിന്നും ഒരു ഡിജിറ്റൽ രൂപത്തിലേക്ക് മാറി. അതെ. അപ്പോൾ ഇതിനകത്ത് വന്ന മാറ്റം, പണ്ട് കാലത്ത് ബ്രോ പറഞ്ഞതുപോലെ കാസറ്റ്സിന്റെ ഒരു യുഗം ഉണ്ടായിരുന്നു, വിനൈൽ ഡിസ്ക് ഉണ്ടായിരുന്നു, അതുപോലെ നമ്മുടെ CD, DVD ഒക്കെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതും പാട്ടുകൾക്ക് വരുമാനം കിട്ടുന്ന ഒരു മാർഗമായിരുന്നു. പക്ഷേ ഈ ഡിജിറ്റൽ യുഗത്തിൽ ഈ ഫിസിക്കൽ പ്രൊഡക്റ്റുകളെല്ലാം മാറി. പക്ഷേ പാട്ടുകൾ അപ്പോഴത്തേക്കും എന്താണ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളിലേക്ക് മാറി. അതായത് സ്പോട്ടിഫൈ, വിങ്ക്, ഗാന, ജിയോ 7, ആപ്പിൾ മ്യൂസിക്, ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ്, ഫേസ്ബുക്ക്, സ്നാപ്ചാറ്റ് ഇത്തരം ഇടങ്ങളിലേക്ക് മാറി. പക്ഷേ ആ പാട്ടുകളുടെ വിതരണം ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുന്നു. പണ്ട് കാലത്ത് ഒരു കാസറ്റ് ഇറക്കി ആ കാസറ്റ് വിറ്റ് കിട്ടുന്ന പണമായിരുന്നു റെക്കോർഡ് ലേബൽ കമ്പനികൾക്ക് കിട്ടിയിരുന്നതെങ്കിൽ ഇന്ന് കാസറ്റുകൾക്ക് പകരം ഇവർ അപ്ലോഡ് ചെയ്തിരിക്കുന്ന പ്ലാറ്റ്ഫോമുകളിലെ പ്ലേകൾക്കനുസരിച്ചിട്ട് വരുമാനം കിട്ടുന്നു എന്നുള്ളതാണ്. കമ്പാരിറ്റീവ്ലി ഇത് വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. പാട്ടുകളുടെ വൈറാലിറ്റി പോലെ തന്നെയാണ് വരുമാനം കിട്ടുന്നത്. കൂടുതൽ സൂപ്പർ ഹിറ്റായിട്ടുള്ള പാട്ടുകളാണെങ്കിൽ കൂടുതൽ കാസറ്റുകളും CD-കളും ആ കാലത്ത് വിറ്റുപോയിരുന്നു. ഈ കാലഘട്ടത്തിൽ കൂടുതൽ സൂപ്പർ ഹിറ്റ് ആയിരുന്നെങ്കിൽ കൂടുതൽ പ്ലേകൾ ഓരോ പ്ലാറ്റ്ഫോമുകളിൽ ഉണ്ടാകുന്നു. ആ പ്ലാറ്റ്ഫോമുകളിൽ നിന്നുള്ള വരുമാനം കിട്ടുന്നു. അതിൻ്റെ വിതരണത്തിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഉണ്ടായില്ല. ആ ഫിസിക്കലിൽ നിന്ന് ഡിജിറ്റലിലേക്ക് മാറി എന്നുള്ള മാറ്റം മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. അപ്പോൾ അത് മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ, ആ ഒരു മാറ്റം അങ്ങനെ മാത്രമേ വന്നിട്ടുള്ളൂ. അതായത് പ്രേക്ഷകരെന്നും പാട്ട് കേൾക്കുന്ന ആൾക്കാർ ഇപ്പോഴും പാട്ട് കേട്ടിരിക്കുന്നു. അതിനൊരു ഉദാഹരണം, പണ്ട് ഞാൻ കാസറ്റിൽ മാത്രമേ പാട്ട് കേട്ടുകൊണ്ടിരുന്നുള്ളൂ, ഞാൻ കാസറ്റിൽ മാത്രമേ പാട്ട് കേൾക്കൂ എന്ന് പറഞ്ഞ ഒരാൾക്ക് വാശി പിടിച്ചിരിക്കാൻ പറ്റില്ലല്ലോ. കാരണം ഇപ്പോൾ കാസറ്റും ടേപ്പ് റെക്കോർഡും അല്ലെങ്കിൽ CD പ്ലെയറും ആരും ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഒരു യഥാർത്ഥ സംഗീത സ്നേഹിയാണെങ്കിൽ കാലത്തിനൊപ്പം സഞ്ചരിച്ച് അദ്ദേഹം ഇപ്പം തുടരെ കാസറ്റുകളിൽ പാട്ട് കേൾക്കുന്ന ആൾക്കാർ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളിലേക്കും പാട്ടുകൾ കേൾക്കുന്നത്. അപ്പം പ്രേക്ഷകരും ഈ കാലഘട്ടത്തിനനുസരിച്ച് അല്ലെങ്കിൽ ശ്രോതാക്കളും കാലഘട്ടത്തിനനുസരിച്ച് മാറി എന്നുള്ളതാണ് സത്യം. പിന്നെ ഈ പറഞ്ഞതുപോലെ ആ പഴയ പാട്ടുകളുടെ ഒരു ഫീലും അതിൻ്റെ ഒരു കൂടുതൽ ക്ലാരിറ്റിക്ക് വേണ്ടിയൊക്കെ ഇപ്പോഴും ചില ആളുകൾ ഒരു നൊസ്റ്റാൾജിയ പോലെ പഴയ കാസറ്റുകളും ടേപ്പ് റെക്കോർഡുകളൊക്കെ കേൾക്കുന്നു. പക്ഷേ അത് പഴയ കാസറ്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പുതിയ സിനിമകളുടെ പാട്ടുകൾ ഇപ്പോൾ കാസറ്റുകളായിട്ടും CD-കളായിട്ടും ഒന്നും ഇറങ്ങുന്നില്ല. കാരണം എല്ലാം ഡിജിറ്റലിലേക്ക് മാറി എന്നുള്ളതാണല്ലോ സത്യം. മ്യൂസിക് പ്രൊഡക്ഷൻ, അതിൻ്റെ മാർക്കറ്റിംഗ്, അതെങ്ങനെ റവന്യൂ ഉണ്ടാക്കുന്നു എന്നുള്ളൊരു കാര്യത്തെ പറ്റിയുള്ളൊരു ഗഗനമായൊരു തോട്ട് ഇപ്പം അരുൺ നമുക്ക് പകർന്നു തന്നു. എന്തുകൊണ്ട് ഈ ഒരു മേഖലയിലേക്ക് കടന്നു, അല്ലെങ്കിൽ ഈ ഒരു മേഖല ഇതായിട്ട് എടുക്കാനുള്ളൊരു കാരണം എന്തായിരുന്നു? ബേസിക്കലി ബ്രോ, ഞാനിപ്പോൾ എല്ലാവരും നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ നോർമലി 10ാം ക്ലാസ് കഴിഞ്ഞ് +2 ഡിപ്ലോമ അല്ലെങ്കിൽ എൻജിനീയറിങ് അങ്ങനെയൊക്കെ ചൂസ് ചെയ്യുന്ന പോലെ ഒരു സാധാരണ വ്യക്തിയെ പോലെ ഞാനും ഒരു എൻജിനീയറിങ് ഡിപ്ലോമ കോഴ്സ് പഠിച്ചു. അത് പാസ്സായി. അതുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ 3 വർഷത്തെ ഡിപ്ലോമ കഴിഞ്ഞിട്ട് 5 വർഷം അധ്യാപകനായിട്ട് ഞാൻ പഠിച്ച കോളേജിലും മറ്റൊരു എഞ്ചിനീയറിംഗ് കോളേജിലും വർക്ക് ചെയ്തു. പക്ഷേ ചെറുപ്പം തൊട്ട് നമ്മളൊരു കലാപരമായിട്ടുള്ള താല്പര്യമുള്ളത് കൊണ്ടും എൻ്റെ ഫാദർ ഒരു ആർട്ടിസ്റ്റായിരുന്നു. അപ്പോൾ ഈ നാടകം, നൃത്തം, സിനിമ, പാട്ട് ഇതൊക്കെ ഇഷ്ടമുള്ള മേഖലയാണ്. പക്ഷേ എനിക്ക് പാട്ട് പാടാനുള്ളൊരു കഴിവോ ഒന്നും ഉള്ള ഒരാളല്ല. ചെറിയ തോതിൽ വരികളൊക്കെ ഇങ്ങനെ എഴുതും. അതൊക്കെ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് കവിത അങ്ങനെയൊക്കെയുള്ള പരിപാടികളുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഡിപ്ലോമ നമ്മുടെ കോഴ്സെല്ലാം കഴിഞ്ഞ് നമ്മൾ ജോലിയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴും നമുക്ക് ഒരു ഫിറ്റ് അല്ലാത്ത സ്ഥലത്തല്ല, നമുക്ക് ഏറ്റവും സന്തോഷത്തോടെയും ഇഷ്ടത്തോടെയും കൂടി ചെയ്യാൻ പറ്റുന്ന മേഖല ഏതാണെന്ന് കണ്ടുപിടിച്ച് അങ്ങനെ ഒരു ട്രാക്കിലേക്ക് മാറാൻ വിചാരിച്ച സമയത്താണ് ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു ഓൺലൈൻ റേഡിയോയിലും
ജോയിൻ ചെയ്യുകയും അവിടെ ഒരു 1.5 വർഷം വർക്ക് ചെയ്യുകയും അതിനുശേഷം ആദ്യമായിട്ടൊരു റെക്കോർഡ് ലേബൽ, ഒരു ക്രിസ്ത്യൻ ഡിവോഷണൽ രംഗത്തുള്ള ഒരു റെക്കോർഡ് ലേബൽ കമ്പനിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. അവിടുന്ന് കൂടുതൽ കാര്യങ്ങൾ പഠിക്കുകയും അവിടുന്ന് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുകയും അതിനുശേഷം ഈസ്റ്റ് കോസ്റ്റ് വിജയൻ സാറിൻ്റെ ഈസ്റ്റ് കോസ്റ്റ് എന്നുള്ള കമ്പനിയിൽ നമ്മൾ ജോയിൻ ചെയ്യുന്നു. അത് കഴിഞ്ഞ് കൊച്ചിയിൽ വന്ന് കുറച്ച് മറ്റു പല കമ്പനികളിലൊക്കെ വർക്ക് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഒരു ഇഷ്ടത്തിന് സ്വന്തമായിട്ട് കാര്യങ്ങൾ കൂടി ചെയ്യണം. നമ്മളൊരു മറ്റൊരു ജോലി സ്ഥലത്ത് ചെയ്യുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ സ്വന്തമായിട്ട് ചെയ്യണം, അല്ലെങ്കിൽ നമ്മളൊരു എൻ്റർപ്രണർ ആകണം, നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്ത് അങ്ങനെ ഞാൻ ഒരു ഫേസ്ബുക്ക് പേജായിട്ട് തുടങ്ങിയതാണ് യുഗ ടീച്ചർ എന്ന് പറഞ്ഞ ഒരു കുഞ്ഞു പരിപാടി. അത് നമ്മൾ 2020 സ്റ്റാർട്ട് ചെയ്തു. 2021 നമുക്ക് ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഞാനിങ്ങനെ പ്രൊമോഷനൊക്കെ ഫ്രീലാൻസ് ആയിട്ട് ചെയ്തു. അങ്ങനെ നമ്മളതൊരു ഒരു കമ്പനി സ്ട്രക്ചറിലേക്ക് വരികയും ഇതിനകത്തൊരു ലൈഫ് ചേഞ്ചിങ് മൊമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കുറേ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളുമായിട്ട് സംസാരിക്കുമ്പോഴാണ് മനസ്സിലാക്കുന്നത് ഇവർക്ക് ഇതിനെക്കുറിച്ചുള്ള ധാരണകളില്ല. പല ആളുകളും പല ലേബൽസും ഇവരെ ചൂഷണം ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുകയും എൻ്റെ ഒരു മുന്നിലെത്തുന്ന ക്ലയൻറ്റിനോട് ഞാൻ 1 മണിക്കൂർ 2 മണിക്കൂർ ഇങ്ങനെ സംസാരിക്കേണ്ടി വരുവാണ്. അപ്പോഴാണ് മനസ്സിലായത് മലയാള സംഗീതജ്ഞന്മാരുടെ ഇടയ്ക്കിൽ ഇതിനെക്കുറിച്ചുള്ളൊരു നോളജ് ഇല്ല. അങ്ങനെ മനസ്സിലാക്കുകയും ഞാൻ ഓരോ ആളുകളോട് ഇൻഡിവിജ്വലി സംസാരിക്കുന്നതിന് പകരം അവരിലേക്ക് ഇറങ്ങിച്ചെന്ന് പൊതുവിടങ്ങളിൽ സംസാരിക്കുകയും ചില കമ്മ്യൂണിറ്റികളുമായിട്ട് ചേർന്ന് ക്ലാസ്സുകൾ നടത്തുകയും വർക്ക്ഷോപ്പുകൾ പെയ്ഡായിട്ടും ഫ്രീ ആയിട്ടും വെബിനാറുകൾ ഒക്കെ നടത്തുകയും ചെയ്തപ്പോഴാണ് ഇതിനൊരു സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കുകയും ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കും. അതും പച്ച മലയാളത്തിൽ. ഇപ്പം ഇംഗ്ലീഷിലോ ഹിന്ദിയിലൊക്കെ കണ്ടന്റുകൾ ഒരുപാട് പേരുണ്ട്, പക്ഷെ നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് അത് പറഞ്ഞാൽ മനസ്സിലാകുന്നില്ല. നമ്മുടെ മാതൃഭാഷയിൽ പറയുമ്പോഴാണല്ലോ ഏറ്റവും നന്നായിട്ട് മനസ്സിലാകുന്നത്. അങ്ങനെ തുടരെ സംസാരിക്കുകയും ചെയ്യുന്ന സമയത്താണ് മനസ്സിലാകുന്നത് ഈ വിഷയം സംസാരിക്കുന്ന ഒരാൾ ഇന്ന് കേരളത്തിലില്ല. അങ്ങനെയാണ് കേരളത്തിലെ ആദ്യത്തെ ഒരു മ്യൂസിക് ബിസിനസ് കോച്ച് ആകുകയും അത് അംഗീകരിച്ചുകൊണ്ട് കുറച്ച് അവാർഡ്സൊക്കെ നമുക്ക് കിട്ടുകയും അതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എനിക്ക് വീണ്ടും ചെയ്യാനും സംസാരിക്കാനും കണ്ടൻറ്റുകൾ ക്രിയേറ്റ് ചെയ്യാനും ഉള്ളൊരു ആവേശം വന്നു. അപ്പോഴാണ് തിരിച്ചറിഞ്ഞത് ഇതാണ് നമ്മുടെ പാഷൻ, ഇതാണ് നമ്മുടെ നിഷ്, ഇതാണ് നമ്മുടെ മേഖല എന്ന് തിരിച്ചറിഞ്ഞത്. ഇപ്പോഴും ആ പ്രവർത്തനങ്ങൾ സസന്തോഷം നമ്മൾ തുടരുന്നു. ഇത്തരം മ്യൂസിക് കമ്മ്യൂണിറ്റികളെ വളർത്തുക, അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളൊരു മിഷൻ. അപ്പോൾ ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടുന്നുണ്ട്. കൺസൾട്ടിങ്ങിനൊക്കെ നമ്മളെ വിളിക്കുമ്പോഴും അവരുടെ ഭാഗത്ത് നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്കാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. അപ്പം ഇതാണ് ഒരു ചെറിയ ഷോർട്ട് സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെയാണ് ഇതിലേക്ക് എത്തിയെന്നുള്ളത്. അല്ലാതെ നാളെ മുതൽ ഇങ്ങനെ ഒരാളാകാം എന്നോർത്ത് വന്നല്ല. അത് വളരെ ആക്സിഡൻ്റലി വളരെ യാദൃശ്ചികമായിട്ട് വന്നൊരു കാര്യമാണ്. പക്ഷേ എത്തപ്പെട്ട സ്ഥലം ഏറ്റവും കറക്റ്റായിട്ടുള്ള ഒരു മേഖലയിലാണ്. നമ്മുടെ പാഷനുള്ള മേഖലയിൽ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് സന്തോഷം കിട്ടുന്നുണ്ട്. അത് പണത്തിനേക്കാൾ ഉപരി മനസ്സിന് സമാധാനമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഓക്കെ, അപ്പോൾ ഈ പുരസ്കാരങ്ങളെ പറ്റി പറഞ്ഞപ്പോൾ ഏതൊക്കെ പുരസ്കാരങ്ങളാണ് ഈ ഒരു സേവനത്തിന് അല്ലെങ്കിൽ ഈ ഒരു മേഖലയിൽ നിന്നും തേടി വന്നിട്ടുള്ളത്? പുരസ്കാരങ്ങൾ എന്ന് പറഞ്ഞാൽ ബിസിനസ് ഇൻസൈറ്റ് മാഗസിൻ കഴിഞ്ഞ 2025 ഏർപ്പെടുത്തിയ ഒരു ഇൻസ്പയർ കേരള അവാർഡ് ഉണ്ടായിരുന്നു. ആ ഇൻസ്പയർ കേരള അവാർഡിൽ എനിക്ക് കേരളത്തിലെ ആദ്യത്തെ മ്യൂസിക് ബിസിനസ് കോച്ചായിട്ടൊരു അവാർഡ് നമുക്ക് കിട്ടി. വെയിൽ ഫൗണ്ടേഷൻ്റെ പേരിലുള്ള ഒരു അവാർഡും കിട്ടി. അപ്പം ഇതൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ മുന്നോട്ട് കൂടുതൽ കാലം സഞ്ചരിക്കാനുള്ളൊരു ഇന്ധനമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ഇതൊരു നമുക്ക് റെസ്പോൺസിബിലിറ്റിയും കൂടി നൽകുന്നൊരു കാര്യമാണ്. അപ്പോൾ അതൊക്കെ സന്തോഷമുള്ള കാര്യമാണ്. അവാർഡിന് വേണ്ടി ചെയ്ത കാര്യങ്ങളൊന്നും അല്ല, എന്നിരുന്നാൽ പോലും ഇതൊക്കെ നമുക്ക് സന്തോഷം കിട്ടുന്നൊരു കാര്യം തന്നെയാണ് ആക്ച്വലി. അപ്പോൾ ഈ ഒരു മേഖലയിലേക്ക് ഇറങ്ങാൻ ഏതൊക്കെ സപ്പോർട്ട്സ് അല്ലെങ്കിൽ ഫാമിലി അങ്ങനെയുള്ള സപ്പോർട്ട്സിനെ കുറിച്ചൊക്കെ പറഞ്ഞ് എന്ത് പറയും? ഇതൊരു ഒറ്റയാൾ പോരാട്ടമാണ്. ഒന്നാമത്തെ കാര്യം, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് ഫാമിലിയോടോ അല്ലെങ്കിൽ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾക്ക് അറിയാം. അല്ലാത്ത ആൾക്കാർക്ക് പല ആളുകളുടെ ഒരു ധാരണ, അവർക്ക് ചില ഡെസിഗ്നേഷൻസ് മാത്രം. ഇപ്പോൾ ഡോക്ടർ ഇന്നൊരു ജോലി, അപ്പം അത്തരം ജോലികൾ മാത്രമാണ് ജോലി, നമ്മൾ ചെയ്യുന്ന ജോലികളൊന്നും ജോലിയല്ല എന്ന് പല ആളുകളുടെ ഒരു ധാരണയുണ്ട്. അപ്പോൾ ഇതൊരു ഒറ്റയാൾ പോരാട്ടവും നമ്മുടെ കഠിനമായിട്ടുള്ള പരിശ്രമവും ഒക്കെയാണ്. പിന്നെ തീർച്ചയായിട്ടും ഇപ്പം നീ ഇങ്ങനെ ചെയ്യണം, ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്ന് അഡ്വൈസ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഫാമിലിയിൽ നിന്നോ സുഹൃത്തുക്കളോ നമുക്ക് ആർക്കും ഇല്ല. കാരണം ഈ പ്രസ്തുത വിഷയത്തിൽ. പക്ഷേ നമ്മുടെ പേഴ്സണൽ ലൈഫിൽ കിട്ടുന്ന സപ്പോർട്ട് വളരെ കാര്യമാണ്. കാരണം നമ്മൾ ഈ പ്രൊഫഷണൽ ലൈഫിലേക്ക് പോകുമ്പോൾ നമ്മുടെ പേഴ്സണൽ ലൈഫിൽ എന്തെങ്കിലും ഒരു അൺബാലൻസിങ് വന്നു കഴിഞ്ഞാൽ എൻ്റെ ഫാമിലിനെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. അതിപ്പോൾ വൈഫ് ആയിക്കോട്ടെ, എൻ്റെ ഫാമിലി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിക്കോട്ടെ, പേഴ്സണലി ഗ്രോ അപ്പ് ചെയ്യാൻ വേണ്ടി അവരൊരുപാട് സഹായിച്ചിട്ടുണ്ട്, ഇപ്പോഴും സഹായിച്ചുകൊണ്ടിരിക്കുന്നു, സപ്പോർട്ട് ചെയ്യുന്നു. അതല്ലാതെ പ്രൊഫഷണലി എൻ്റെ മേഖലയിൽ അവർക്കൊന്നും ചെയ്യാനില്ല, അല്ലെ അതിനെക്കുറിച്ചൊരു ധാരണയില്ലെന്നുള്ളതാണ് സത്യം. അപ്പോൾ പേഴ്സണലി കിട്ടുന്ന ഒരു സ്ട്രെങ്ത് ആണ് എനിക്ക് പ്രൊഫഷണലി വർക്ക് ചെയ്യാൻ എന്നെ മുന്നോട്ട് നയിക്കുന്നത്.
അപ്പോൾ എന്തായാലും നമ്മൾക്ക് ഇത്രയും നേരം നമ്മളോട് ഇതിനെപ്പറ്റി പറഞ്ഞു തന്ന, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ, ഇതിനെപ്പറ്റി ഒരു പുതുമയുള്ളൊരു കാര്യമാണ്. കാരണം മ്യൂസിക് പ്രൊഡക്ഷൻ ഈ ഒരു മേഖലയിലേക്ക് മറ്റുള്ളവർ കടന്നു വരുന്നതിനെ കുറിച്ച് എന്താണ്, അപ്പം ഈ അരുൺ ചെയ്യുന്ന ഒരു മേഖലയിലേക്ക് മറ്റുള്ള ആളുകൾ കടന്നു വരുന്നതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും എന്തെങ്കിലും തൊഴിൽ സാധ്യതകൾ? തീർച്ചയായിട്ടും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബേസിക്കലി ഞാൻ ഇത് പഠിച്ചത് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അറിയാൻ ശ്രമിച്ചത് എൻ്റെ ഒരു കാര്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു ഇനീഷ്യൽ ഘട്ടത്തിൽ. പിന്നീടാണ് മനസ്സിലായത്, ഞാൻ പഠിച്ചു കഴിഞ്ഞപ്പോൾ എന്നെപ്പോലെ ഒരുപാട് പേർക്കും ഇത് അറിയില്ല. ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാൻ അവർക്ക് ഏതൊക്കെ മേഖലയിൽ നിന്ന് പഠിക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ധാരണയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കാം എന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതൊരു ഒരു പ്രൊഫഷനായിട്ട് ഞാനിപ്പോൾ എടുത്തു. അപ്പോൾ കൂടുതൽ ആളുകൾ ഈ മ്യൂസിക് ഇൻഡസ്ട്രീനെ കുറിച്ച് പഠിക്കുകയും ഈ മേഖലയിലേക്ക് വരികയും ചെയ്തു കഴിഞ്ഞാൽ, വേറെ ആരെയും സഹായിച്ചില്ലെങ്കിലും നമുക്ക് നമ്മുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് കൊണ്ടുപോകാൻ പറ്റും. ഒരു മ്യൂസീഷ്യന് എന്തൊക്കെ റൈറ്റ്സ് ഉണ്ടെന്ന് വേറൊരാൾ പറഞ്ഞു കൊടുക്കാതെ സ്വയമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കരിയർ ബിൽഡ് ചെയ്യാനും കരിയർ പ്രൊട്ടക്റ്റ് ചെയ്യാനും ഒക്കെ സഹായകരമാകും എന്നുള്ളതാണ് പറയാനുള്ളത്. പിന്നെ കേരളത്തിൽ പൊതുവെ ഇത്തരം വിഷയങ്ങളിൽ ആളുകൾ കൂടുതൽ അതിനെക്കുറിച്ച് അറിവില്ലാത്തത് കൊണ്ടാണോ അല്ലെങ്കിൽ അതിനൊരു എക്സ്പോഷർ കിട്ടിയിട്ടില്ല. അപ്പോൾ ആ എക്സ്പോഷർ കിട്ടാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സംഗീതം വളരുകയാണ്. അവർ വളർന്നെങ്കിൽ മാത്രമേ നമുക്കൊരു വളർച്ചയുള്ളൂ എന്നുള്ളതാണ് സത്യം. അപ്പോൾ എന്തായാലും അരുൺ, ഒരുപാട് സന്തോഷം. നമുക്ക് ഈ ഒരു വിലയേറിയ സമയം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നതിൽ ഒരുപാട് സന്തോഷം. ഒരുപാട് കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞു. ഇനിയും ഇതുപോലെയുള്ള കാര്യങ്ങളുമായിട്ട് അരുൺ ഞങ്ങളോടൊപ്പം സഹകരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിൽ നമുക്ക് ഇന്നൊരു നല്ല ദിവസമായിരിക്കട്ടെ. ഈ ഒരു മേഖലയിൽ അരുണ് നല്ല രീതിയിൽ തിളങ്ങാനാവട്ടെ, പെർഫോം ചെയ്യാൻ സാധിക്കട്ടെ. താങ്ക് യു ബ്രോ. അപ്പോൾ എന്തായാലും ആശംസിക്കുക. എന്തായാലും നമ്മുടെ ശ്രോതാക്കൾക്കും അതോടൊപ്പം തന്നെ നമ്മുടെ നിവിൻ ബ്രോയ്ക്കും എല്ലാം ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസമാകട്ടെ. നിങ്ങൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ സ്വപ്നം കാണുന്ന കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ട്രൈ ചെയ്യുക. തീർച്ചയായിട്ടും നമുക്ക് അവിടെ എത്താൻ സാധിക്കും. അപ്പോൾ ഒരു നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു. താങ്ക് യു.